ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിലാണ് കേട്ടോ പൊങ്കാല ഇട്ടത്. പുറത്ത് പോയി നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പരിസരത്തൊന്നും പോയി പൊങ്കാല ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീട് തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഇടാൻ കേട്ടോ. അപ്പം പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും അഭിമാനവും ഏറ്റവും ഭയങ്കര ഉത്സാഹത്തോടെയും ഇരിക്കുന്ന ദിവസങ്ങളിൽ ഒരു ദിവസമാണ് കേട്ടോ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അത്രയും ഭക്തിയോടെയും ഒക്കെ കാത്തിരുന്ന് കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാല. എന്താ പറയാ, അപ്പൊ വീട്ടിലാണ് കേട്ടോ ഇടുന്നത്. അപ്പൊ രാവിലെ ചേട്ടൻ എന്തോന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നെ കേട്ടോ. അപ്പൊ ചുടുകലി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആ കല്ലെടുത്തത്. അപ്പൊ അതൊന്ന് മണ്ണൊക്കെ ആയതുകൊണ്ടാണ് ഒന്ന് കഴുകി വെക്കാന്ന് പറ്റിയത്. നമ്മളൊന്ന് വൃത്തിയും ശുദ്ധിയൊക്കെ നോക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ വേറൊരാൾക്ക് പൊങ്കാല ഇടാനായിട്ട് കൊതുമ്പ് നേരത്തെ വേറൊരു പൊങ്കാലയ്ക്ക് കൊടുത്തതുകൊണ്ട് എനിക്ക് കൊതുമ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ പൊങ്കാല ഇടാനായിട്ട്. ചേട്ടാ തെങ്ങി കയറിയാണ് എനിക്ക് പറിച്ചു തരുന്നത് കൊതുമ്പൊക്കെ. അപ്പൊ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 9:45 കേട്ടോ അടുപ്പ് കത്തിക്കേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പൊ വീടിന്റെ ഫ്രണ്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത്. അപ്പൊ ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലെ മണ്ണും നമ്മുടെ ഇതൊക്കെ മെറ്റലൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ കത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ നീക്കിയാണ് കേട്ടോ വെച്ചത്, സൈഡിലോട്ടാണ്. അപ്പൊ ഈ പ്രാവശ്യം പൊങ്കാല ഇട്ടത്. അപ്പൊ നമ്മുടെ വെള്ളായണി ദേവി, നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് അറിയായിരിക്കും, നമ്മുടെ വെള്ളായണി അമ്മ നമ്മുടെ വീടുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ 3 വർഷത്തിലൊരിക്കൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതും നടക്കുന്നുണ്ട്. അപ്പം കറക്റ്റ് സമയമായപ്പോൾ ഇവിടുന്ന് നമ്മളിവിടെ അയ്യപ്പത്താവളമുണ്ട് കേട്ടോ. അപ്പൊ അവിടെ പൊങ്കാല എല്ലാവരും ഇടുന്നുണ്ട്. അപ്പൊ അവിടെ വെടി കേൾക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഈ നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് വെടി കേൾക്കാൻ പറ്റും. അപ്പൊ അത് കേട്ടിട്ട് വിളക്ക് കത്തിക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെയും ഞാൻ നിന്നിട്ട് ഒന്നും കേൾക്കില്ല. 9:45 ഒന്നും കേട്ടില്ല കേട്ടോ. പിന്നെ 9:45 കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ ഒന്ന് നമ്മുടെ വീട്ടിന്റെ തൊട്ട് ബാക്കിലിരിക്കുന്ന ചേച്ചിയും പൊങ്കാല ഇടുന്നുണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ അങ്ങ് കത്തിച്ചു കേട്ടോ. ഒരുപാട് സമയം അങ്ങനെ നോക്കിയിരുന്നില്ല. അപ്പൊ ആ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്ന് കത്തിച്ചു. അപ്പൊ കുറെ നേരം പിടിച്ചു കേട്ടോ അത് ചൂട്ടിലോട്ട് കത്തി പിടിക്കാനായിട്ട് വിളക്കിന്ന്. കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം കത്തിച്ചെടുത്ത് കേട്ടോ. അപ്പൊ ഇടയ്ക്കൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൻ്റെതായോണ്ട് ചൂട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഈർപ്പം എന്ന് പറയില്ല, എന്നാലും ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കത്തി പിടിക്കാൻ കുറച്ചൊന്ന് താമസിച്ചത്. അപ്പൊ പിന്നെ അങ്ങ് കത്തിപ്പിടിപ്പിച്ചു കേട്ടോ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ മൺകലത്തിൽ ഇടുന്നതിന് കൂടുതലും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ വീട്ടിലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ പാത്രം എടുത്ത് വെച്ചത്. എനിക്ക് ചെറിയ പാത്രം ഇല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ചെറുതെന്ന് പറയുന്നത് തീരെ അങ്ങ് ചെറുതായി പോയേ. അപ്പൊ ഇതിലിടുമ്പോഴത്തേന് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമല്ലോ. ഞാൻ മാത്രമല്ല എടുക്കുന്നത്, എൻ്റെ അമ്മൂമ്മയും അപ്പനൊക്കെ കൊടുക്കും. പിന്നെ ആർക്കെങ്കിലും ഒക്കെ വീട്ടിന്റെ പരിസരത്തുള്ളവരും അടുത്തുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ചിട്ട് കഴിയുമ്പോഴത്തേന് ആർക്കും കൊടുക്കാൻ തികയത്തില്ല, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ പാത്രത്തിൽ ഇട്ടത്. അപ്പൊ ആവശ്യത്തിന് സത്യം പറഞ്ഞാൽ 1/2 കിലോ അരിയാണ് ഞാൻ ഇട്ടത്. പാത്രം കുറച്ച് വലുതായി പോയെന്നേ ഉള്ളൂ. അപ്പൊ ഇത് തന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പ്രസാദം ഒരുപാടുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞ സമയത്ത്. അപ്പോൾ എന്താ പറയുക, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെയിൽ മാറ്റി വെക്കാനുള്ള ആ ഒരു സൗകര്യക്കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെയിൽ തന്നെയാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ ഒരുപാട് പേര് വെയിലത്തിരുന്ന് തന്നെ കേട്ടോ പൊങ്കാല ഇടുന്നത്. വീട്ടിലെന്ന് പറഞ്ഞ് നമുക്ക് ആ തണലുള്ള ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ വെയിലത്ത് തന്നെ വന്നത്. കല്ലൊക്കെ വെച്ച സമയത്ത് നല്ല തണലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നല്ല വെയിൽ വന്നു കേട്ടോ. അപ്പം നമ്മുടെ വാഴയുടെ ഒരു ഇലയാണ് കേട്ടോ ഒരു തണലായിട്ട്, കുറച്ച് തണലായിട്ട് അവിടെ നിൽപ്പുള്ളത്. പിന്നെ അതിന്റെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല കേട്ടോ. മാറിക്കഴിഞ്ഞാൽ തീ അണഞ്ഞു പോകും. അപ്പൊ നമ്മൾ പ്രാർത്ഥനയൊക്കെ കൂടെയാണ് ഇട്ട് കത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെയിലൊക്കെ വല്ലപ്പോഴേക്കല്ല നമ്മളിങ്ങനെ നിന്ന് വെയിൽ കൊള്ളുന്നത്. അപ്പൊ അത് കുഴപ്പമില്ല. അതൊക്കെ ഒരു എന്താ പറയാ വലിയ ഇതായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പൊ അത് നമ്മള് എന്താ പറയാ പൊങ്കാല ഇട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൊങ്കാല പോയി ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കായി പോയിട്ടോ, എനിക്ക് ആരും കൂട്ടില്ല. അപ്പൊ ചേട്ടനും കുറച്ച് കൈയൊക്കെ സുഖമില്ലായിരുന്നോണ്ട് വണ്ടി ഒരുപാട് സമയം ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അവിടെ. അപ്പൊ ഞാൻ പൊങ്കാല ഇടുന്ന സമയം കൊണ്ട് ഇതുപോലെ ഒരു ഇതുണ്ടായിരുന്നേ നമ്മുടെ വീട്ടില്. തേങ്ങ ഇങ്ങനെ പൊടിച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇലയൊക്കെ വന്നിട്ട്. അപ്പൊ ചേട്ടൻ ഇതിനെ പൊട്ടിച്ചെടുത്ത് ഇതാണ് എന്തെന്ന് പറയാം, എന്റെ പേര് പൊങ്ങെന്ന് പറയാം കേട്ടോ. നമ്മൾ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതൊക്കെ കഴിക്കാനായിട്ട്. വെറുതെ ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. കൊച്ചിലെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊങ്കാലയിട്ട് എനിക്കുള്ള പങ്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പൊങ്കാലയിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. അച്ഛനും മോനും കൂടെ കഴിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതെന്റെ മോൻ എടുത്ത വീഡിയോ എൻ്റെ തലയും വാലും ഇല്ലാതെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ പൊങ്കാലയൊക്കെ ഇട്ടുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മോനാണ് ഈ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തത്. അതിലാണ് കുറെ വീഡിയോസിൽ തലയും വാലൊന്നും ഇല്ലാതായിപ്പോയത്. പിന്നെ ഞാൻ
വേറെ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് വേറെ വീഡിയോസ് ഒന്നും കണ്ടില്ല കേട്ടോ. പിന്നെ അരിയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. തേങ്ങ, ശർക്കര, പിന്നെ ഇതിട്ട് ഇളക്കുന്നത് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കല്ല കേട്ടോ. സത്യം പറഞ്ഞ സ്പൂൺ വാങ്ങാൻ മറന്നുപോയി. സ്പൂൺ നമ്മുടെ ഈ ചിരട്ട തവി ഉണ്ടല്ലോ, അത് വാങ്ങാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ ഇവിടെ ഈ പരിസരത്തൊന്നും നോക്കി അതൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ. വാങ്ങാൻ പറ്റിയില്ല. അപ്പൊ ചേട്ടൻ ചെറിയൊരു മടല്, നമ്മുടെ ഓലയുടെ ഉണ്ടല്ലോ, ചെറിയ ഒരു മടല് എടുത്തു തന്നു കേട്ടോ. പണ്ടുള്ളവർ ഇത് വെച്ച് അളക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് വെച്ച് അളക്കുന്നത്, ഇതെങ്ങനെ വെച്ച് ഇളക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, പണ്ടുള്ളവർ ഇതൊക്കെ വെച്ച് തന്നെ ഇളക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ എനിക്ക് എടുത്ത് തന്നത്. എന്നിട്ട് ഞാൻ പിന്നെ വേറെ ഇളക്കാൻ ഇല്ലാത്തതുകൊണ്ട് എടുത്തത്. വേറെ നമുക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളോ സ്പൂണുകളോ ഒന്നും നമുക്ക് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയും ഏലക്കയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഇടൂല കേട്ടോ. അണ്ടിപ്പരിപ്പ് നമ്മുടെ നമ്മുടെ പൊങ്കാല ഇടുന്ന ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ഇടത്തില്ല. അത് എനിക്ക് കഴിഞ്ഞ വർഷം വരെ ഞാൻ ഇടുമായിരുന്നു കേട്ടോ. അപ്പൊ ഒരാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പൊ അങ്ങനെ ഇടാൻ പാടില്ല, ദേവി ക്ഷേത്രമല്ലേ, അപ്പൊ അതിലെന്തോ കഥയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇടാൻ പാടില്ലാത്തതാണ് കേട്ടോ പറയുന്നത്. പൊങ്കാലയിട്ട് പകുതി എത്തിയപ്പോഴാണ് ഈ ഒരു തൊപ്പിയുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചത് കേട്ടോ. ഞാൻ മറന്നുപോയി, സത്യം പറഞ്ഞ് ഞാൻ മറന്നുപോയി തൊപ്പി എടുത്ത് വെക്കണമെങ്കിൽ. കുറെ വെയിൽ കൊള്ളൂലായിരുന്നു. അത് പൊങ്കാലയിട്ട് പകുതി ആയപ്പോഴാണ്, അയ്യോ തൊപ്പി ഉണ്ടല്ലോ, അത് വെക്കാലോ എന്ന് കരുതി തൊപ്പി എടുത്ത് വെച്ചേട്ടോ. കുറച്ചേരം വെയിൽ കൊള്ളാതെ ഇരിക്കാൻ പറ്റിയേട്ടോ. അങ്ങനെ വറ്റി, ഏകദേശം വറ്റി വന്നപ്പോഴത്തെ ഇതുപോലെ അത് തിളച്ചതാണ് എടുത്തത്. കുറച്ചൊന്ന് വറ്റിയായിരുന്നു. വറ്റിയ ശേഷം ഇതുപോലെ 3 പഴം, ഒന്നിലും 1 പഴം അല്ലെങ്കിൽ 3 പഴം, ഇങ്ങനെയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ ഒറ്റയായിട്ടുള്ള പഴമാണ് ഇട്ടിരുന്നത്. അതിന് 1, 3, 5 അങ്ങനെയാണ് ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ ഒന്നിട്ടാ ഒന്നും ആവത്തില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ 3 പഴം ഇട്ടത്. അപ്പൊ 3 പഴം ഇട്ട് ഞാൻ സത്യം പറഞ്ഞാൽ 1/2 കിലോ അരിയേ ഇട്ടുള്ളൂ. കാണുന്ന വിചാരിക്കും നിറയെ ഉണ്ടെന്ന്, പക്ഷെ 1/2 കിലോ അരിയേ ഉള്ളൂ കേട്ടോ. 1/2 കിലോ അരിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവസാനമായിട്ട് ആ പഴമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. അപ്പൊ അതിലിരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലോണം വറ്റുമെന്ന് കരുതിയത്. ഭയങ്കരമായിട്ടങ്ങ് വറ്റിയില്ല. കുറച്ചൊന്നൊരു വെള്ളം കൂടി പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമ്മളെ പ്രസാദമല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. പാകം നോക്കിയിട്ടൊക്കെ ചെയ്യാനായിട്ട് വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യണമെങ്കിലല്ലേ അങ്ങനെ ചെയ്യണം. നമ്മൾ പ്രസാദം പൊങ്കാലൊക്കെ ഇടുമ്പോൾ അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ 11 മണിയായപ്പോ തന്നെ പൊങ്കാലയിട്ട് കഴിയായിരുന്നു കേട്ടോ. അപ്പൊ വലിയ പാത്രം ആയതുകൊണ്ടാണ്, വെള്ളവും കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം എടുത്തത്. ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ കഴിയുമായിരുന്നു. ഒരു പ്രസാദം ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. അപ്പൊ നേരത്തെ കഴിയുമായിരുന്നു. അപ്പൊ 11 മണിയായപ്പോഴത്തേനും ഇട്ട് കഴിഞ്ഞ്. അപ്പൊ ചേട്ടൻ ചെന്ന് ഐസ്ക്രീം വാങ്ങിക്കൊണ്ടു കേട്ടോ. നമ്മള് നമ്മുടെ ആറ്റുകാൽ പരിസരത്താണ് പോയി പൊങ്കാലയിട്ടെങ്കിൽ നിറയെ എന്താ പറയാ, ജ്യൂസും ഐസ്ക്രീമും ഒക്കെ നിറയെ ഒരുപാട് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പൊ നല്ല രസമാണ് പോയി വാങ്ങി കഴിക്കാനും ഒക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, അവിടെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഐസ്ക്രീമും ഒക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ചേട്ടൻ പോയി അടുത്തുള്ള കടയിൽ പോയി വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പൊ നമ്മളത് കഴിച്ചു. സ്ട്രോബെറിയുടെ ഐസ്ക്രീം ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:15 കേട്ടോ ഇത് നമ്മുടെ പൊങ്കാല നിവേദ്യം എന്ന് പറയണത്. അപ്പൊ ആ സമയമായപ്പോ ഞാൻ വിളക്ക് കത്തിച്ച് നമ്മുടെ കിണ്ടിയിലിരുന്ന വെള്ളം കുറച്ചൊന്ന് എന്താ പറയാ, മന്ത്രം എന്ന് പറയാൻ പറ്റില്ല, ദേവിയുടെ നാമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തളിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറക്കി വെച്ചു കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയോ, നിങ്ങൾ എവിടെയാണ്, ആറ്റുകാൽ പൊങ്കാല നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്. നല്ല വിശുദ്ധിയും മനസ്സിലെന്തോ പറയാ, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളോടെയാണ് കേട്ടോ ഒരു വർഷം നമ്മൾ ഈ പൊങ്കാല ഇടുന്നത്. അപ്പൊ ഇടുന്നവർക്കറിയാം അത്രയും എന്താ പറയാ, ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഉറപ്പായിട്ട് ഇടാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വിശ്വാസമാണ് കേട്ടോ. വിളിപ്പുറത്ത് എത്തുന്ന ഒരു അമ്മയും കൂടിയാണ് കേട്ടോ ആറ്റുകാലമ്മ. അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.